ഹലോ ഓൾ, എഡുസൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ സൈക്കോളജിയിൽ ഇങ്ങനൊരു റിസർച്ച് മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് നമ്മൾ ഹ്യൂമൻ തോട്ട്സ് മനസ്സിലാക്കാൻ, ഇമോഷൻസ്, ബിഹേവിയേഴ്സ്, ഇതെല്ലാം നമ്മൾ സയൻറ്റിഫിക്കലി മനസ്സിലാക്കാനാണ് നമ്മളുടെ സൈക്കോളജിക്കൽ റിസർച്ചിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഗോള് അതല്ലെങ്കിൽ നേരിട്ട് ഒബ്സർവ് ചെയ്ത് ബിഹേവിയർ മനസ്സിലാക്കണോ, അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിലേഷൻഷിപ്പാണോ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ള അതല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിൽ, അതായത് എന്താണോ നമ്മളുടെ നീഡ് അതിനനുസരിച്ച് പല പല മെത്തേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡുകൾ വന്നിട്ടുള്ളതും നമ്മൾ അതിനനുസരിച്ച് മെത്തേഡുകൾ ചൂസ് ചെയ്യുന്നതും. അതായത് നമ്മൾ എത്ര ഇപ്പോൾ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ അതല്ല, എനിക്ക് ഒബ്സർവ് ചെയ്തിട്ടല്ല വേണ്ടത്, റിലേഷൻഷിപ്പാണ് മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് മെത്തേഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ സൈക്കോളജിക്കൽ റിസർച്ചിൽ ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് മെത്തേഡ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നടക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു. അതെന്താണ്, നമ്മൾ ഡയറക്റ്റ് ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളവിടെ നേരിട്ട് പോയി അവരെ ആയിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല, ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഒരു നോൺ എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് ഈ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് അവരുടെ ബിഹേവിയേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് ഒബ്സർവേഷൻ മെത്തേഡുകൾ വരുന്നത്. ഒന്നാണ് പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നെക്സ്റ്റ് ആണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് റിയൽ ലൈഫിൽ നമ്മൾ ഒരു സാധനത്തിനെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണം നമുക്ക് നോക്കാം, പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ ആ റിസർച്ചറും കൂടി ഇൻവോൾവ് ആവും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ആ ഒബ്സർവേഷൻ നടക്കുന്നത്, നമ്മളും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ മാത്രം എങ്ങനെയാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് മറ്റു കുട്ടികളെക്കാളും എന്നൊരു കാര്യം അറിയാനായിട്ട് ആ ഒരു ഗ്രൂപ്പിലെ കുട്ടികളുമായിട്ട് ടീച്ചറും കൂടെ ഇൻവോൾവ് ആവാണ്. അങ്ങനെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ടീച്ചറും കൂടെ കൊടുത്തിട്ട് മനസ്സിലാക്കുകയാണ് ആ ഒരു ഗ്രൂപ്പിനെ എങ്ങനെയാണ് അവർ പഠിക്കുന്നത്, എങ്ങനെയാണ് അവർ മറ്റു ഗ്രൂപ്പിനുമായിട്ട് ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, റിസർച്ചറും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൾച്ചറൽ ബിഹേവിയറോ അതല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇൻട്രാക്ഷനോ ഒക്കെ മനസ്സിലാക്കാനാണ് ഇത് നമ്മൾ കൂടുതലും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ എന്താണ്, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും, പാർട്ടിസിപ്പൻ്റുമായിട്ട് നമ്മൾ എന്താണ് റിസർച്ചർ ഒരിക്കലും പാർട്ടിസിപ്പൻ്റ് ആവുന്നില്ല, പേര് പോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിനെ ഡിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, അല്ലാതെ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പോലെ ആ ഗ്രൂപ്പിൽ കയറി ചെന്ന് മിങ്കിൾ ചെയ്ത് അവരുടെ ഒരു പാർട്ടായി നിന്ന് നമ്മൾ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഒന്നും എടുത്തിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളേജിലൊക്കെ പ്രിൻസിപ്പൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കോളേജിൽ അതല്ലെങ്കിൽ സ്കൂളിൽ ആ പ്രിൻസിപ്പളിന് കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ഓരോ കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് ആ ഒരു പ്രിൻസിപ്പളിന് അറിയും അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്യാമറ ഒക്കെ ഉള്ളൊരു സ്കൂൾ അല്ലെങ്കിൽ കോളേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അല്ലേ, ആ ഒരു ഓരോ കുട്ടിയുടെ കാര്യങ്ങളും നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന ആളായിരിക്കും ആ ഒരു കോളേജിലെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ബെറ്റർ എക്സാമ്പിൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വണ്ണാണ് എന്ത്, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒബ്സർവേഷൻ മെത്തേഡിൽ രണ്ട് തരമാണ്. അതിൽ ഫസ്റ്റ് വൺ പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ്, ദെൻ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ റിയൽ സെറ്റിങ്ങിൽ, അതായത് ഒരു ഇവൻ്റാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റിൽ പോയിട്ട് ആ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ നേരെ നമ്മൾ പോകും. എന്നിട്ട് ഒരു മാനിപ്പുലേഷനും ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാതെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ആ ഒരു കാര്യം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചൈൽഡ് പാരൻ്റ് തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ
ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ആ ഒരു ചൈൽഡ് പാരൻറ്റിനെയും കാണാനായിട്ട് അവർ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പാർക്കിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും എങ്ങനെയാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത്, ആ കുട്ടി ഇപ്പോൾ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പേരൻ്റ് ആ കുട്ടീനെ ഡീൽ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ട് ആ ഒരു സെറ്റിങ്ങിൽ പോയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ പോയി ഒബ്സർവ് ചെയ്യുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് നേരം കസ്റ്റമർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ പിന്നെ ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക. അതൊക്കെയാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒതൻറ്റിക് ബിഹേവിയറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലേ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഒതൻറ്റിക് ബിഹേവിയറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു കൺട്രോൾ വേരിയബിൾസ് ഒന്നുമില്ല. കൺട്രോൾ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അതാണ്. അത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നമ്മൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്ങിൽ പോയിട്ട് റിസർച്ചർ പോയിട്ട് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഈ ഒബ്സർവേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, റിച്ച് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ന്യൂമറിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് അല്ലേ, അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് തരാനായിട്ട് ഒബ്സർവേഷൻ മെത്തേഡ് സാധിക്കും. ഇപ്പോൾ നമ്മൾ സെൽഫ് റിപ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യനെയറൊക്കെ ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബയാസ്ഡ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പകരം നമ്മളിവിടെ നേരിട്ട് കാണുകയാണ്, ആ കാണുന്ന കാര്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് നല്ലൊരു ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഉണ്ടാവും. ചില കാര്യങ്ങളിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്സർവേഷൻ മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. ചില സൈക്കോളജിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പെരിമെൻ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്താണ്, അൺഎത്തിക്കലാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ മെത്തേഡ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്, ഒബ്സർവർ ബയാസ് നമ്മളുടെ സ്റ്റഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചൈൽഡ് വാശി പിടിക്കുന്നത് കാണുമ്പോൾ പാരൻറ്റ് ഇപ്പോൾ ചിലപ്പോൾ ആ വാശി പിടിച്ച സാധനം നേരെ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി ചിലപ്പോൾ നല്ല സ്നേഹമുള്ള പാരൻറ്റ് എന്നായിരിക്കും ഞാൻ ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, ആ കുട്ടി വാശി പിടിക്കുമ്പോഴേക്കും പാരൻറ്റ് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നു, ആ കുട്ടീനൊന്നും മാറ്റാനായിട്ട് ആ പാരൻറ്റ് ചിന്തിക്കുന്നേ ഇല്ല, അങ്ങനെയും വരാം അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഒബ്സർവർ ബയാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ എന്താ, നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ എന്തുകൊണ്ട് അത് നടന്നു എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നില്ല. അതാണ്, ആ കോസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, എഫക്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്രയാണ് ഒബ്സർവേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു ഡയറക്റ്റ് ഇൻ്ററാക്ഷനാണ് റിസർച്ചറും പാർട്ടിസിപ്പൻറ്റും. രണ്ടാളും കൂടെ ഉള്ളൊരു ഡയറക്റ്റ് ഇൻഡെപ്ത് ഡാറ്റ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. പൊതുവേ എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, പല രീതിയിൽ നമുക്ക് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും. അതിൽ 3 രീതികളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്: സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഇതിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫിക്സഡ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ റിസർച്ചറിൻ്റെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു ഫിക്സഡ് ഓർഡറിൽ ആളത് പാർട്ടിസിപ്പൻറ്റിനോട് ചോദിച്ചു പോകുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ
ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ആ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, വർക്ക് എക്സ്പീരിയൻസും ആവശ്യമുണ്ട് ആ ഒരു ജോബിന്. അപ്പോൾ ഞാൻ എന്തായിരിക്കും, ഇൻ്റർവ്യൂവിന് വരുന്ന ആളോട് നമ്മൾ ചോദിക്കും, എന്താണ് നൈറ്റ് ഷിഫ്റ്റ് ഓക്കെ ആണോ, മുന്നേ ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, ഏത് കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത്, ഇതുപോലൊരു ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അവിടെ ചോദിക്കില്ല. അപ്പോൾ സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫിക്സഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഒപ്പം എന്തുണ്ടാവും, ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് സൈക്കോളജിസ്റ്റ് എന്താവും, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഉറക്കമൊക്കെ ശരിയാണോ എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചോദിക്കും അല്ലേ. ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയും. അപ്പോൾ ഈ ഉറക്കം എങ്ങനെയാണ് അപ്പോൾ എന്താണ്, ആ ഒരു സൈക്കോളജിസ്റ്റിന് ഒരുപാട് ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ആ ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പിന്നീട് ഡീറ്റെയിൽഡ് വേറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, ഉറക്കമൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ക്ലയൻറ്റ് മേ ബി പറഞ്ഞേക്കാം, ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ദിവസം ഞാൻ 6 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട്, പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിണീക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ക്ലയൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ആ ഫിക്സ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി നിർത്തി എന്താവും, എന്തുകൊണ്ടാണ് ഞെട്ടിണീക്കുന്നത്, എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് ക്ലയൻറ്റ് മറുപടി പറയും, സ്ട്രെസ് ഉണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പിന്നെ ആ ക്വസ്റ്റ്യൻസ് മാറിപ്പോകും അല്ലേ. അപ്പോൾ അതാണ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിനേക്കാളും ഇൻഡെപ്ത് ഇൻഫോർമേഷനും മോർ കോൺവെർസേഷണലുമാണ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഇവിടെ കൂടുതലും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഒരു ഫിക്സഡ് സെറ്റ് ക്വസ്റ്റ്യൻസും ഇല്ല. ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് ഒരു പ്ലാനും ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. അതെന്തിലാണ് വരുന്നത്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. അതല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നു, അതല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നമ്മൾ കാണാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെന്ന് ചോദിക്കും, എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ, അതല്ലെങ്കിൽ എന്താ നീ ഇത്ര ഹാപ്പി ആവാനുള്ള കാരണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ. എന്നിട്ട് പിന്നെ അങ്ങനെ ആളെ കേട്ടിരിക്കും, പിന്നെ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും. അപ്പം നീ എന്താ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയും അല്ലേ. അതാണ് ബെറ്റർ എക്സാമ്പിൾ ഫോർ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും, നമുക്ക് ഒരുപാട് റിച്ച് ഡീറ്റെയിൽഡ് ഡാറ്റ തന്നെ നമുക്ക് എന്താവും ഈ ഇൻ്റർവ്യൂ മെത്തേഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെൻസിറ്റീവ് ടോപ്പിക്സൊക്കെ നമുക്ക് എന്താണ് ഈ ഒബ്സർവേഷനിലൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിന്ന് വരും. അതല്ലെങ്കിൽ വേറെയുള്ള മെത്തേഡ്സിൽ നിന്നൊക്കെ നമുക്ക് സെൻസിറ്റീവ് ടോപ്പിക്സൊക്കെ ചോദിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ എന്താണ്, ആ ഒരു പ്രോപ്പർ റാപ്പോ ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റീവ് ടോപ്പിക്സ് ആയാലും പോലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ലിമിറ്റേഷനിൽ വരുമ്പോൾ നമുക്കറിയാം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പിന്നെ സബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ബയാസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഓക്കെ, ഇപ്പോൾ സെൻസിറ്റീവ് ടോപ്പിക്കാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പാർട്ടിസിപ്പൻറ്റ് മേ ബി ചിന്തിക്കാം, അയ്യോ ഞാനിപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി വേറെ ആരെങ്കിലോടും പറയുമോ, അതില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. അപ്പോൾ ആൾ എന്ത് ചെയ്യും, സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ആൻസർ തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സർവേ മെത്തേഡ്. ഇതിൽ നമുക്ക് ഒരു ലാർജ് സാമ്പിളിനെ നമുക്ക് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ സർവേ നമ്മൾക്ക് എന്തിനെല്ലാമാണ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുക, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ബിഹേവിയർ, ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ടാണ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർവേ വേണമെങ്കിൽ ഓൺലൈനായിട്ടോ ഡയറക്റ്റോ അല്ലെങ്കിൽ ഫോൺ ത്രൂ ഒക്കെ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും
അല്ലേ? അപ്പോൾ നമ്മൾ സർവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളെ ക്വസ്റ്റിനെയർ, അതല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ്. ഓക്കെ, ക്വസ്റ്റിനെയർ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ സർവേ ഓൺ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അമംഗ് ടീനേജേഴ്സ്, അതല്ലെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരുവിധം കോളേജസിലൊക്കെ ഇപ്പോൾ നാക് അക്രഡിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഫോം നമുക്ക് കിട്ടും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം, എങ്ങനെ ഉണ്ടായിരുന്നു വന്ന ഗസ്റ്റ്, ആർ യു സാറ്റിസ്ഫൈഡ്, ഇനി എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അടുത്ത പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം നമുക്ക് കിട്ടിയേക്കും അല്ലേ? അതൊരു സർവേ മെത്തേഡാണ്. അതല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫെസിലിറ്റീസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ, അവരുടെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് സർവേയുടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് ലാർജ് സാമ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, ടൈം എഫിഷ്യൻ്റ് ആണ്, പെട്ടെന്ന് തന്നെ എല്ലാം വിരൽ തുമ്പിൽ എന്ന് പറഞ്ഞ പോലെ ഓൺലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായി അല്ലേ? നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഡാറ്റ ഇങ്ങോട്ട് കളക്ട് ചെയ്ത് കിട്ടും. പിന്നെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത് എന്താണ്? ചിലർ റെസ്പോൺസ് ബയാസ് ഉണ്ടാവും. അതായത് ചിലർ ഇങ്ങനെ സത്യസന്ധമായിട്ട് റിപ്ലൈ തന്നൊന്നും വരില്ല. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയേക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കേസ് സ്റ്റഡിയോ ഇൻ്റർവ്യൂയോ ഒക്കെ പോലുള്ള ഒരു ഡീപ്പ് ഇൻസൈറ്റ് തരാനൊന്നും നമ്മളുടെ സർവേക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അതാണ് അതിൻ്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കേസ് സ്റ്റഡി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കേസ് സ്റ്റഡി ഇൻ്റർവ്യൂ പോലെയൊക്കെ കിട്ടില്ല എന്ന്. അപ്പോൾ എന്താണ് കേസ് സ്റ്റഡി? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്, അതിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, അതല്ലെങ്കിൽ ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ, ഒരു സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഒരാളെ ഇൻഡെപ്ത് അനാലിസിസ് ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ആ ഒരാളെക്കുറിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളൊക്കെയാണ് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് സാമ്പിൾസ് നമ്മളതിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ കേസ് സ്റ്റഡിയിൽ എന്താണ് നമുക്ക് ഒറ്റ സാമ്പിളൊക്കെയാണുള്ളൂ. അപ്പോൾ ആ ഒരു സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരുപാട് ആൾക്കാരിലേക്ക് അത് ജനറലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. മറ്റേത് ഇത്രയും ഒരു 200 ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന ആൾക്കാർ ഇന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പിലേക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ കേസ് സ്റ്റഡി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ക്ലിനിക്കൽ സൈക്കോളജി, ന്യൂറോളജി, സോഷ്യൽ സയൻസസ്, അവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു റെയർ കണ്ടീഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ അവരെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എന്താണ്, അതിൽ നിന്നൊരു സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയുന്നു, പഠിക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ആ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാണ്. ഇപ്പോൾ ടീച്ചറിനും ഇതെന്താണെന്ന് മനസ്സിലാവില്ല, ടീച്ചറോടാണെങ്കിലും സ്റ്റുഡൻസിനോടാണെങ്കിലും ഒക്കെ ആ കുട്ടി വേറിട്ടൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യണത്. അപ്പോൾ എന്താണ്, ആ ടീച്ചർ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാണ്. അത് വീട്ടുകാരെ വിളിച്ചിട്ടും ആ കുട്ടിയോട് സംസാരിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിൽഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് കിട്ടുന്നു അല്ലേ? പിന്നെ എന്താണ്, ഒരു റയർ ഫിനോമിനനെ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത്രയും യൂസ്ഫുള്ളായ വേറൊരു മെത്തേഡ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ലിമിറ്റേഷൻ വരുമ്പോൾ എന്താണ്, നമുക്ക് ജനറലൈസബിലിറ്റി പറ്റില്ല, ഒബ്സർവർ ബയാസും ഉണ്ടാവാം, അതൊക്കെ റിസൾട്ടിനെ ബാധിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. നെക്സ്റ്റാണ് ക്വസ്റ്റിനെയേഴ്സ്. ക്വസ്റ്റിനെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സർവേ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റിനെയർ മെത്തേഡിലൂടെ, അതല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ കൂടെയാണ് നമ്മൾ
സർവേ ഒക്കെ കളക്ട് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ക്വസ്റ്റിയർ എന്താണ്, നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാൻ എന്തിൻ്റെ ബേസിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ്, ബിലീഫ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ ആവാം, നമുക്ക് സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ നിന്നിട്ട് ചെയ്യിപ്പിക്കുന്നതോ അങ്ങനെ എങ്ങനെയും ആവാം, ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആവാം ക്വസ്റ്റിയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റിയറിൽ നമുക്ക് എന്താണ്, സ്ട്രക്ചേർഡും ഉണ്ട് ഓപ്പൺ എൻഡഡും ഉണ്ട്. അതല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ക്ലോസ് എൻഡഡ് ഓർ ഓപ്പൺ എൻഡഡ്. ക്ലോസ് എൻഡഡിൽ ഇപ്പോൾ എന്താണ്, ഫിക്സഡ് റെസ്പോൺസസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നീ ഫുഡ് കഴിച്ചോ, യെസ് ഓർ നോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നു. ആ ഒരു യെസ് ഓർ നോ ബേസിൽ മാത്രം നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നു. അതാണ് ക്ലോസ്ഡ് എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ എന്താണ് നീ കഴിച്ചത്, എങ്ങനെയുണ്ട് ആ ഫുഡ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ കൂടുതൽ പറ്റുന്നത് എവിടെയാണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് ക്വസ്റ്റിയേഴ്സ് ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് ഈ 2 രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റിയർ വെച്ച് നമുക്ക് ലാർജ് ഓഡിയൻസിനെ ക്വിക്കലി നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും അല്ലേ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ നിന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റിയറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് ഈസിലി അനലൈസ് ചെയ്യാനായിട്ട് പല സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അനാലിസിസ് ഒക്കെ നടത്താൻ പറ്റും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റോ ഡിസർട്ടേഷനോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ നിങ്ങൾ പല ഇപ്പോൾ SPSS എന്നൊക്കെ പറയുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ ഡാറ്റ. അപ്പോൾ അതിനൊക്കെ ഒരു മെറിറ്റാണ് ക്വസ്റ്റിയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ എന്താണ്, ഇൻ്റർവ്യൂവിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാക്ക് ഓഫ് ഡെപ്ത്ത് അല്ലേ, വല്ലാണ്ട് ഡെപ്തിലുള്ള ഇൻഫോർമേഷൻസൊന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അത് മാത്രമല്ല, ചിലവരൊക്കെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവേണ്ടാകുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകാനും, അതല്ലെങ്കിൽ ചിലവരെന്ത് ചെയ്യും, മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ട് അങ്ങ് വിട്ട് കളയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മളുടെ റിസൾട്ടിനെ അത് ബാധിക്കും, നമ്മളെ സ്റ്റഡിയെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ക്വസ്റ്റിയറിൽ വരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോറിലേഷണൽ സ്റ്റഡീസ്. കോറിലേഷൻ സ്റ്റഡീസ് എന്തിനാണ്, നമ്മൾ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനാണ് കോറിലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്നുമായിട്ടുള്ള ഓരോ മൈന്യൂട്ട് ചേഞ്ചസും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കിട്ടില്ല കോറിലേഷനിൽ. അത് കിട്ടുന്നത് എവിടെയാണ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡിലാണ് നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് കിട്ടുക. ഇവിടെ എന്താണ്, 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, കോറിലേഷൻ 2 ടൈപ്സ് ഉണ്ട്, പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ മെയിൻലി. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേരിയബിള് ബോത്ത് വേരിയബിൾ ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നു അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഡിക്രീസ് ആവുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് നമ്മളൊരു കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിൽ നമുക്ക് ഹയർ പെർഫോമൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഡാൻസ് കോമ്പറ്റീഷനാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ ഒരു കോമ്പറ്റീഷന് മുന്നേ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റേജിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അവിടെ എന്താണ്, രണ്ടും ഒരുപോലെ കൂടുന്നു അല്ലേ. പക്ഷേ അവിടെ പ്രാക്ടീസ് നമ്മൾ തീരെയും ചെയ്തിട്ടില്ല, അതിനനുസരിച്ച് പെർഫോമൻസ് ഡിക്രീസ് ആവുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്, കോറിലേഷൻ തന്നെയാണ്, ഒരുപോലെ ഡിക്രീസായി അല്ലേ. ഒന്നല്ലെങ്കിൽ ഒരുപോലെ കൂടുന്നു, അതല്ലെങ്കിൽ ഒരുപോലെ കുറയുന്നു. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും, ഒരു വേരിയബിൾ കൂടുകയാണെങ്കിൽ ഒരു വേരിയബിൾ കുറയുകയായിരിക്കും. ഇപ്പോൾ നല്ലൊരു സ്ട്രെസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് എന്താണ്, സ്ട്രെസ്സ് കൂടുമ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി കുറയും, ഉറക്കമില്ലായ്മയൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അതല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഒരുപാട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്ലീപ്പിനെ അത് എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നൈറ്റ് ടൈം സ്ക്രീൻ ടൈമൊക്കെ കൂട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്ലീപ്പ് ക്വാളിറ്റീനെ മെല്ലെ അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. സ്ലീപ്പ് ക്വാളിറ്റി കുറയും, അപ്പോൾ എന്താണ്, സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും. ഒന്ന് കൂടുന്നു ഒന്ന് കുറയുന്നു, അങ്ങനെയുള്ളൊരു റിലേഷനാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, നമുക്ക് ആ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ
എളുപ്പം സാധിക്കും. ഹെൽപ്സ് ഐഡൻറ്റിഫൈ പാറ്റേൺസ്. പിന്നെന്താണ്, നമ്മൾ ഒരു അൺഎത്തിക്കലായിട്ടുള്ള അതല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് വഴിയൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കോറിലേഷൻ സ്റ്റഡി വെച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് ലങ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണോ അല്ലയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ്, അവിടെ കോറിലേഷൻ സ്റ്റഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ പോയിട്ട് അവർക്ക് ലങ് ക്യാൻസർ ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലിമിറ്റേഷനിലൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, കോസേഷൻ നമുക്ക് കിട്ടുന്നില്ല. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡിലാണ്. കോറിലേഷനിൽ നമുക്കത് കിട്ടുന്നില്ല. പിന്നെന്താ, നമുക്കൊരു തേർഡ് വേരിയബിൾ വരികയാണെങ്കിൽ അത് നമ്മളുടെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല പ്രാക്ടീസ് ചെയ്തു, ഡാൻസ് പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ ഭയങ്കര നല്ല പെർഫോമൻസ് നമുക്ക് സ്റ്റേജിൽ വെക്കാൻ പറ്റിയെന്ന്. പക്ഷെ നോക്കൂ, നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പെർഫോമൻസ് കൊളാവാം അല്ലേ. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ കാലുളുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് സ്ലിപ്പായി വീണു പോവുകയോ ഒക്കെ ആയാൽ പിന്നീട് കളിക്കാൻ പറ്റാണ്ടാവാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് ഐറ്റംസ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ആണി സൂചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാലുമ്പോൾ തെറിച്ചാൽ അതും നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കാം അല്ലേ. അപ്പോൾ ഒരു തേർഡ് വേരിയബിൾ നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ജനറ്റിക്കൽ ഫാക്ടേഴ്സും ഇൻവോൾവ് ആവാം. അപ്പോൾ അതെല്ലാം നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് അതിന് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ റിസർച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ, നമുക്ക് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് റിലയബിൾ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കിട്ടുന്നു ബൈ എങ്ങനെ, നമ്മൾ ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് കീ കമ്പോണൻസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ പഠിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു എനർജി ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ കഫീൻ പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മളിന്ന് എനർജറ്റിക് ആയിരിക്കാനും ഫോക്കസ് കൂട്ടാനും ഒക്കെ കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ശരിക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കും, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡ്രിങ്ക്സ് കൊടുത്തു നോക്കുന്നു, അത് കൂടുതൽ കൊടുത്തു നോക്കുന്നു, കുറച്ച് നോക്കുന്നു, അതല്ലെങ്കിൽ വെള്ളം മാത്രം കുടിക്കുന്ന ഒരു ഗ്രൂപ്പിനാക്കുന്നു, അങ്ങനെ മാറ്റി നോക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ, അതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മൂലം എഫക്റ്റ് ഉണ്ടാകുന്നത് ആരിലാണ്, അവരാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രിങ്ക്സ് കൊടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ആ ഒരു എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ആ എക്സാം റിസൾട്ടാണ് എന്ത്, ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൺട്രോൾ ഗ്രൂപ്പ് എന്താണ്, നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനൊരു കഫീൻ പോലുള്ള ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഇങ്ങനെ റിസൾട്ട് കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പാക്കി നിർത്തുന്നത് എന്തിനാണ്, നമ്മൾ ഈ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വല്ല മാറ്റമുണ്ടോ, ഡ്രിങ്ക്സ് കുടിക്കാതെ ആകെ വെള്ളം മാത്രം കുടിച്ച് എക്സാമിന് പോകുന്നവരുമായി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ച ആളെയും സാധാ വെള്ളം കുടിച്ച ആളെയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ സാധാ വെള്ളം കൊടുത്ത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ കൺട്രോൾ ഗ്രൂപ്പിന് വെക്കുന്നത്. അപ്പോൾ എക്സാം റിസൾട്ട് വരുമ്പോൾ വെള്ളം കുടിച്ചവരുടെയും കഫേൻ ഡ്രിങ്ക്സ് കുടിച്ചവരുടെയും റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളുടെ ഡ്രിങ്ക്സ് കുടിച്ചവർക്ക് എക്സാം സ്കോർ നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കൺക്ലൂഡ് ചെയ്യുന്നു, അപ്പോൾ സാധാ വെള്ളം കുടിച്ചവരെക്കാളും കഫേൻ ഡ്രിങ്ക്സ് കുടിക്കുന്നത് എക്സാം സ്കോർ ഇമ്പ്രൂവ് ആവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു.
ഓക്കെ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എനർജി ഡ്രിങ്ക്സ് കുടിച്ച ആൾക്കാർ, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാധാ വെള്ളം മാത്രം കുടിച്ചവർ. അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് നോക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എക്സ്പെരിമെൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നോക്കാൻ പറ്റുന്നു. പിന്നെന്താണ്, നമുക്ക് റെപ്ലിക്കബിലിറ്റി ഉണ്ട് ഇതിന്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് കിട്ടി അല്ലേ, ഡ്രിങ്ക്സ് കുടിച്ചവർക്ക് നല്ല സ്കോർ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് കിട്ടി, റിസൾട്ട് കിട്ടി. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ആ ഒരു റിലയബിലിറ്റി അവിടെ ഉണ്ട്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കൺസിസ്റ്റൻസി അല്ലേ. വീണ്ടും അതുപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുക. റിസൾട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനുള്ളത്. പിന്നെ ലിമിറ്റേഷൻ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചില എക്സ്പെരിമെൻ്റൽ മെത്തേഡുകൾ നടത്താറുണ്ട്. അതായത് ചിലത് നമുക്ക് റിയൽ ലൈഫിൽ എന്താ പറയുക നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ സെറ്റിങ്സിൽ പോയിട്ട് നടത്തും. കാരണം റിയൽ ലൈഫിൽ നടത്തിയ ചിലപ്പോൾ എന്തെങ്കിലും ട്രോമ ഒക്കെ ഉണ്ടായ ഒരാളാണ് അത് മൂലമെന്നുണ്ടെങ്കിൽ ആ ട്രോമ ചിലപ്പോൾ ട്രിഗർ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആർട്ടിഫിഷ്യൽ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പോലെ നമ്മൾ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അത് പ്യൂർലി കറക്റ്റായി എന്ന് വരില്ല. ആർട്ടിഫിഷ്യൽ സെറ്റിങ്ങിൽ ചെയ്യുന്നത് നമുക്ക് റിയൽ ലൈഫിൽ അത് ആക്യുറേറ്റ് ആയി എന്ന് വരില്ല. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഓക്കെ. അപ്പോൾ പിന്നെ ചില എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഉള്ള സാധനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പെരിമെൻ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡും കോറിലേഷൻ മെത്തേഡും ഒക്കെ ഉപകാരമാവണത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ബോക്സൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ആദ്യമൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ കമൻറ്റിലൊക്കെ ഓരോരുത്തർ ഓരോ ടോപ്പിക് ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ വെറുതെ കണ്ടു പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് ആരും തന്നെ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ. അതെല്ലാം ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാതും അങ്ങോട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.